ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ അടുത്ത ദിവസം 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഇംഗ്ലീഷുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിസ് ഇതാ പാർട്ട് 2 വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏതെങ്കിലും മക്കൾ 1ാമത്തെ പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം വേഗം തന്നെ നമ്മുടെ ചാനലിൽ പോയിട്ട് പാർട്ട് 1 വീഡിയോയുടെ കാണാം. എന്നിട്ട് അടുത്ത ദിവസത്തെ നിങ്ങളുടെ എക്സാമിന് മുഴുവൻ മാർക്കും തന്നെ സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാ മക്കളും റെഡി ആണല്ലോ? നിങ്ങളുടെ അടുത്ത ദിവസത്തെ ഇംഗ്ലീഷ് എക്സാമിന് മുഴുവൻ മാർക്കും മേടിക്കും എന്നുള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും മകൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും കൂടി നമ്മുടെ കമന്റ് ബോക്സ് പറയാം. അതോടൊപ്പം തന്നെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്കും കൂടി ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത ദിവസത്തെ ഇംഗ്ലീഷ് എക്സാമിന് മകൾക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് ആദ്യം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലിസൺ ആൻഡ് ഡു എന്നുള്ളൊരു പ്രവർത്തനമാണ്. അതായത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തരും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പൊ മിസ് പറഞ്ഞു തരുന്ന സ്റ്റോറി മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ഓരോ ചോദ്യത്തിനും ആൻസർ മക്കളെ കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റോറി എന്താ എന്നുള്ളത് ആദ്യം നോക്കാം. മിസ് വായിക്കാം, മക്കൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. There was an apple tree in a jungle. It was full of red apples. അല്ലേ, ജംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കാടാണല്ലേ. അപ്പൊ കാട്ടിൽ എന്തുണ്ടായിരുന്നു മക്കളെ? ഒരു ആപ്പിൾ ട്രീ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ നിറയെ ആപ്പിൾസ് ഉണ്ടായിരുന്നു. ഈ മങ്കി lived in this tree. ആ മരത്തിന്റെ മുകളിൽ ആര് താമസിച്ചിട്ടുണ്ടായിരുന്നു? ഒരു മങ്കി താമസിച്ചിട്ടുണ്ടായിരുന്നു. One day a rabbit came that way. It saw the apples. Its mouth filled with water. ഒരു ദിവസം അതിലൂടെ ഒരു റാബിറ്റ് നടന്നു വരികയായിരുന്നു അല്ലെ. അപ്പോഴാണ് അവൻ എന്ത് കണ്ടത്? ആ മരത്തിന്റെ മുകളിൽ നന്നായിട്ട് ഫുള്ളും ആപ്പിള് ഉണ്ടായി നിൽക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അല്ലെ. അത് കണ്ടതും അവന്റെ വായില് വെള്ളം മൂറിയില്ലേ. ഹൗ ക്യാൻ ഐ ഗെറ്റ് ആൻ ആപ്പിൾ? അത് എന്ത് ചിന്തിച്ചു മക്കളെ? എങ്ങനെയാണ് എനിക്കിപ്പോ ഒരു ആപ്പിള് കിട്ടുക എന്നുള്ളത് ആര് ഓർത്തു? നമ്മുടെ റാബിറ്റ് ഓർത്തു അല്ലെ. ഇറ്റ് സോ ദ മങ്കി ഇൻ ദ ട്രീ. അപ്പോഴാണ് അവൻ ആ മരത്തിന്റെ മുകളിൽ ആരെ കണ്ടിട്ടുള്ളത്? ഒരു മങ്കിയെ കണ്ടത് അല്ലെ. ദ റാബിറ്റ് ആസ്ക്ഡ്, ഏ ഫ്രണ്ട്, വിൽ യു ഗിവ് മീ ആൻ ആപ്പിൾ? അവനോട് ചോദിച്ചില്ലേ, കൂട്ടുകാരാ നീ എനിക്ക് ഒരു ആപ്പിൾ തരുമോ എന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ നമ്മുടെ മങ്കി എന്താണ് പറഞ്ഞത്? Can you give me a carrot? Then I will give you an apple. നീ എനിക്കൊരു ക്യാരറ്റ് തരികയാണെങ്കിൽ ഞാൻ നിനക്കൊരു ആപ്പിൾ തരാമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മങ്കി പറഞ്ഞു അല്ലെ. Said the monkey. After some times the rabbit came with a carrot and gave it to the monkey. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ റാബിറ്റ് എന്തുമായിട്ട് വന്നു? ഒരു ക്യാരറ്റ് ആയിട്ട് വന്നു. അവനത് ആർക്ക് കൊടുത്തു? നമ്മുടെ മങ്കിക്ക് കൊടുത്തു അല്ലെ. The monkey gave an apple to the rabbit. മങ്കി എന്ത് ചെയ്തു? നമ്മുടെ റാബിറ്റിന് ഒരു ആപ്പിൾ കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഓക്കെ മക്കളെ, സ്റ്റോറി മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹാവ് യു എൻജോയ്ഡ് ദി സ്റ്റോറി? Now listen to the teacher. Give tick mark against the correct picture. ഇനി നമുക്ക് കുറച്ച് പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. അതില് നമ്മുടെ സ്റ്റോറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഏതൊക്കെയാണുള്ളത് മക്കൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ഓരോന്നിനും മക്കളെ ടിക്ക് ചെയ്യണം. ഓക്കെ മക്കളെ, അപ്പൊ മിസ് ഓരോന്നായിട്ട് വായിക്കാം. അത് നമ്മുടെ സ്റ്റോറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചർ അതാണോ എന്നുള്ളത് നോക്കാം കേട്ടോ. മിസ് വായിക്കാം. ഫസ്റ്റ് വൺ ഇതാണ്. ദ ട്രീ വാസ് ഫുൾ ഓഫ് ആപ്പിൾ. ദ ട്രീ വാസ് ഫുൾ ഓഫ് ആപ്പിൾ. ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ഫസ്റ്റില് ഇത് 1ാമത്തെ സെറ്റ്, ഇത് 2ാമത്തെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ 1ാമത്തെ സെറ്റിൽ, അതായത് ഇതുമാണ് 1ാമത്തെ സെറ്റ് വരുന്നത് കേട്ടോ. അതില് ദ ട്രീ വാസ് ഫുൾ ഓഫ് ആപ്പിൾ എന്നുള്ള ആ ഒരു സെന്റൻസുമായി റിലേറ്റ് ചെയ്തിട്ട് മാച്ച് ചെയ്യുന്ന പിക്ചർ ഏതാണ് മക്കളെ? ഫസ്റ്റ് വൺ ആണോ, അല്ലെങ്കിൽ ഇവിടെ 2ാമതായിട്ട് കൊടുത്തിട്ടുള്ളതാണോ? ഏതാണ് മക്കളെ? നിറയെ ആപ്പിൾസ് ഉള്ള ആ ഒരു മരം ഏതാണ്? യെസ്, 1ാമത്തെ മരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പിക്ചർ ആണ് കറക്റ്റ്. ആ ഒരു ബോക്സിനുള്ളിൽ മക്കൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ദെൻ 2ാമത്തെ നോക്കിക്കേ മക്കളെ, സെക്കൻഡ് സെന്റൻസ് എന്താണ്? എ മങ്കി ലിവ്ഡ് ഇൻ ദി ആപ്പിൾ ട്രീ. എ മങ്കി ലിവ്ഡ് ഇൻ ദി ആപ്പിൾ ട്രീ. ആ ആപ്പിൾ ട്രീയുടെ മുകളിൽ ഒരു മങ്കി ഉണ്ടായിരുന്നില്ലേ, ഒരു മങ്കി താമസിച്ചിരുന്നു. അത് ഏതാണ് മക്കളെ പിക്ചർ? ഇതാണോ? ഇവിടെ ഒരു ബേർഡ് ആണുള്ളത്, ഇവിടെയാണ് മങ്കി ഉള്ളത് അല്ലെ. അപ്പൊ ഏതായിരിക്കും കറക്റ്റ്? ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ദെൻ നമുക്ക് 3ാമത്തെ ചിത്രത്തിലോട്ട് പോവാം. ഹേ ആപ്പിൾസ്, ഹൗ ക്യാൻ ഐ ഗെറ്റ് ആൻ ആപ്പിൾ? ഹായ്, ആപ്പിൾസ് ഉണ്ട്, എനിക്ക് എങ്ങനെയാണ് ഒരു ആപ്പിൾ കിട്ടുക? ആ ഒരു കാര്യം ചിന്തിക്കുന്നത് ഏത് പിക്ചർ ആണ് മക്കളെ? ഇതാണോ, അല്ലെങ്കിൽ
ഈ ഒരു പിക്ചർ ആണോ അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ ആണോ മക്കളെ? ഏതാണ്? ഇവിടെ നോക്കിക്കേ, ഈ മരത്തിന്റെ താഴെയായിട്ട് റാബിറ്റ് ഇരുന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇതിന് താഴെ മങ്കി ആണുള്ളത് അല്ലെ. അപ്പൊ ആരായിരുന്നു മക്കളെ നിറയെ ആപ്പിൾസ് ഉണ്ടല്ലോ, എനിക്ക് എങ്ങനെയാണ് ഒരു ആപ്പിൾ കിട്ടുക എന്നുള്ള കാര്യം ചിന്തിച്ചത്? ആരായിരുന്നു? യെസ്, നമ്മുടെ റാബിറ്റ് ആയിരുന്നില്ലേ. അപ്പം ഈ ഒരു പിക്ചർ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. Give me a carrot, I will you give an apple, said the monkey. ഒരു ക്യാരറ്റ് എനിക്ക് താ, എങ്കിൽ ഞാൻ എനിക്ക് എന്ത് ചെയ്യാം, ആപ്പിൾ തരാം എന്ന് പറഞ്ഞു. അതേതാണ് മക്കളെ പിക്ചർ? ഈ ഫോർത്തില് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ആരായിരുന്നു അത് പറഞ്ഞത്? യെസ്, നമ്മുടെ മങ്കി ആയിരുന്നു പറഞ്ഞത് അല്ലേ. ഇതായിരിക്കും ആ ഒരു പിക്ചർ. മങ്കി മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇരിക്കുന്ന റാബിറ്റിനെ നോക്കിയാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലെ. ഓക്കെ, ദെൻ ലാസ്റ്റ് പിക്ചർ നോക്കാം. The rabbit came with a carrot. റാബിറ്റ് ക്യാരറ്റുമായിട്ട് വന്നു. ഏതാണ് മക്കളെ ആ ഒരു പിക്ചർ? ഇതാണോ അല്ലെങ്കിൽ ഇതാണോ? ഏതാണ്? യെസ്, സെക്കൻഡ് വൺ ആണ് അല്ലെ. ഫസ്റ്റ് വണ്ണില് റാബിറ്റിന്റെ കയ്യിൽ ആപ്പിൾ ആണുള്ളത്, രണ്ടാമത്തെ പിക്ചറിലാണ് എന്തുള്ളത്? ക്യാരറ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ശരിയായിട്ടുള്ള പിക്ചേഴ്സ് നോക്കിയിട്ട് നമ്മൾ അതിനെ ടിക്ക് ചെയ്തു. ഓക്കെ മക്കളെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് എഴുതാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഓരോ പിക്ചർ ഏതാ കറക്റ്റ് ആയത് എന്ന് നോക്കിയിട്ട് ടിക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കു പോവാം. ഹു ആം ഐ എന്നതാണ്. നോക്കിക്കേ മക്കളെ, here are some riddles about the characters from the stories in Honey Bees. Read them and identify the characters. Write their names to fill in the blanks. നോക്കിക്കേ മക്കളെ, നമുക്ക് നമ്മുടെ സ്റ്റോറീസിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള സ്റ്റോറീസിൽ കുറച്ച് ക്യാരക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റിഡിൽസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് ആരാണ് എന്നുള്ളത് മക്കള് റിഡിൽസ് ഓരോന്നും വായിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് റിഡിൽസിലോട്ട് പോവാം. ആ ഒരു സൂചനകൾ കേൾക്കുന്ന സമയത്ത് തന്നെ മക്കൾക്ക് മനസ്സിലാവും അത് ആരാ എന്നുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ഫസ്റ്റ് ക്ലൂ ഇതാണ്. ഐ ഹാവ് എ റെഡ് റിംഗ്. എനിക്കൊരു റെഡ് റിംഗ് ഉണ്ട്. I fell into red paint. ഞാൻ റെഡ് പെയിന്റിന് വീണിട്ടുണ്ട്. I became red. ഞാൻ റെഡ് കളർ ആയിട്ടുണ്ട്. Who am I? ഞാൻ ആരാണ്? ആരായിരുന്നു മക്കളെ? ആരായിരുന്നു? കഴുത്തിൽ ഒരു റെഡ് റിംഗ് ഉണ്ട്, റെഡ് പെയിന്റിൽ വീണിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഗ്രീൻ കളർ മാറിയിട്ട് റെഡ് കളർ ആയിട്ടുള്ള ആൾ ആരായിരുന്നു മക്കളെ? ആരായിരുന്നു? യെസ്, നമ്മുടെ റില്ലാണ്. ആരാണ്? നമ്മുടെ റില്ലായിരുന്നു അല്ലെ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിനെ കുറിച്ച് മക്കൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ. എങ്കിൽ മിസ് രണ്ടാമത്തെ സൂചന വായിച്ചോട്ടെ. നോക്കിക്കേ, ഐ ആം എ ബേർഡ്. ഐ ആം എ ബിഗ് ബേർഡ്. ഐ ക്യാൻ സേ കോക്ക് എ ഡൂഡിൽ ഡു. ഹു ആം ഐ? ഞാനൊരു ബേർഡാണ്, ഒരു വലിയ ബേർഡാണ്, എനിക്ക് കോക്കെ ഡൂഡിൽ ഡു എന്ന് പറയാൻ പറ്റും. ആരാണ് മക്കളെ? അത് നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനിമൽസിനെയും അവരുടെ സൗണ്ട്സ് പഠിക്കണം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത്. ഇവിടെ നമുക്ക് ചോദിച്ചു, ആ ഒരു ബേർഡിന്റെ സൗണ്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് ബേർഡാ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഏതാണ് കോക്കെ ഡൂഡിൽ ഡു എന്ന് പറയുന്നത്? ആരാണ്? യെസ്, നമ്മുടെ റൂസ്റ്റർ ആണ്, നമ്മുടെ റൂസ്റ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണിലോട്ട് പോവാം. ഐ ആം ഇൻ ദ സ്കൈ, യു ഓൾ ലൈക്ക് മീ, ഐ ഹാവ് 7 കളേഴ്സ്, ഹു ആം ഐ? ഞാൻ ആകാശത്തിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എനിക്ക് 7 കളേഴ്സ് ഉണ്ട് അല്ലെ, 7 നിറങ്ങളുണ്ട്. ഞാൻ ആരാണ്? ആരാണ് മക്കളെ അത്? 7 നിറങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ആളാണ്, ആകാശത്ത് കാണുന്ന ആളാണ്. ആരാണ്? വേഗം പറഞ്ഞ. യെസ്, നമ്മുടെ റെയിൻബോ. ആരാണ്? നമ്മുടെ റെയിൻബോ, നമ്മുടെ മഴവില്ലാണ് അല്ലെ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് നോക്കിക്കേ. സിയ ഈസ് മൈ ഫ്രണ്ട്, I can become an umbrella, I can become a wheelchair, who am I? സിയ എന്റെ കൂട്ടുകാരിയാണ്, എനിക്ക് അമ്പർലയായിട്ട് മാറാൻ പറ്റൂലേ, കുടയായിട്ട് മാറാൻ പറ്റും, എനിക്ക് വീൽ ചെയർ ആയിട്ട് മാറാൻ പറ്റും. ഞാൻ ആരാണ് എന്നാണ് ചോദിച്ചത്. ആരാണ് മക്കളെ? യെസ്, നമ്മുടെ റോബോയാണ്. അല്ലെങ്കിൽ മക്കൾക്ക് റോബോട്ട് എന്ന് എഴുതാട്ടോ. നമ്മുടെ റോബോ അല്ലെങ്കിൽ റോബോട്ട് അല്ലേ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്റെ മക്കൾ എല്ലാവരും മുഴുവൻ മാർക്ക് മേടിക്കണേ. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുത്തിട്ട് അടുത്ത അധ്യയന വർഷത്തേക്ക് മക്കൾ എന്ത് ചെയ്യും? നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ. പിന്നെ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. മന്ത്ലി വെറും 100 രൂപ മാത്രമായിരിക്കും നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ. നിങ്ങളുടെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും എല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ
വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ മാത്രമല്ല, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും ചെറിയ ആളുകൾക്ക് പോലും വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഇനി ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ മക്കൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ഡിഫറൻസസ് എന്നതാണ്. അതായത് നമുക്ക് അവിടെ രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പിക്ചർ, ഇത് രണ്ടാമത്തെ പിക്ചർ. ആ രണ്ട് പിക്ചേഴ്സ് നോക്കിയിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവയ്ക്കുള്ളത് എന്നാണ് മക്കൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നോക്കിക്കേ മക്കളെ, ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്, ദേ ഹാവ് സം ഡിഫറൻസസ്, വാട്ട് ആർ ദേ, റൈറ്റ് ദം ഓൺ ദി സ്പേസ് ഗിവൺ. ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ഈ ഒരു പിക്ചറിലുള്ള ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാ എന്നുള്ളത് എഴുതാനാണ്. അപ്പൊ നമുക്ക് ആദ്യം പിക്ചർ ഒന്ന് നോക്കാം മക്കളെ. എന്തൊക്കെയാണ് അവിടെ തന്നിട്ടുള്ള വ്യത്യാസങ്ങൾ നോക്കിക്കേ. ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് എന്തൊക്കെ കാണാം മക്കളെ? അവിടെ ഒരു ഗേൾ ഇരിപ്പുണ്ട്. സെക്കൻഡ് പിക്ചറിലും അത് മക്കൾക്ക് കാണാം. പിന്നെ നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് പിക്ചറിൽ ഇവിടെ കുറെ ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ, 3 ഫ്ലവേഴ്സ് ഉണ്ട്. സെക്കൻഡ് പിക്ചേഴ്സിൽ നമുക്ക് ഫ്ലവർ കാണാം, പക്ഷെ ഒരു ഫ്ലവറേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് പിക്ചറിൽ ബട്ടർഫ്ലൈ ഉണ്ട്, സെക്കൻഡ് പിക്ചറിലും എന്തുണ്ട് മക്കളെ? ബട്ടർഫ്ലൈ ഉണ്ട്. പിന്നെ ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ മക്കളെ, അവിടെ മരത്തിന്റെ മുകളിൽ മാങ്ങ ഇരിപ്പുണ്ടോ മക്കളെ? മാങ്ങയൊന്നുമില്ല അല്ലെ, എല്ലാം താഴെ വീണ് കിടക്കാണ്. രണ്ടാമത്തെ പിക്ചറിലാണെങ്കിലും മരത്തിന്റെ മുകളിൽ മാങ്ങയൊക്കെ ഇരിപ്പുണ്ട് അല്ലെ. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഈ രണ്ട് പിക്ചേഴ്സ് തമ്മിലുള്ളത് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് അവരുടെ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് എഴുതി നോക്കാം. നമുക്ക് അതിനായിട്ട് അവിടെ ഒരു ടേബിള് തന്നിട്ടുണ്ട്. ഓക്കെ, റെഡി ആണല്ലോ. ഫസ്റ്റ് എന്താ നമുക്ക് തന്നത്? ദ പ്ലാന്റ് ഹാസ് 3 flowers. ഒന്നാമത്തെ നമുക്ക് എന്താണ് തന്നത്? ദ പ്ലാന്റ് ഹാസ് 3 flowers എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ പിക്ചറിൽ ആ പ്ലാന്റിന് എത്ര ഫ്ലവേഴ്സ് ആണുള്ളത് മക്കളെ? ഒരു ഫ്ലവറേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദ പ്ലാന്റ് ഹാസ്, എന്ത് എഴുതാം? ഒരു പൂവ് എന്നുള്ളത് നമ്മൾ എന്താണ് പറയാ? യെസ്, എ ഫ്ലവർ. എന്താണ് പറയാ? എ ഫ്ലവർ എന്നാണ് എഴുതുക അല്ലെ. ബാക്കിയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് അയ്യോ ഇത് ഒരുപാട് എഴുതാനുണ്ടല്ലോ, ഒത്തിരി എഴുതാനുണ്ടല്ലോ എന്ന് ഓർത്തും ടെൻഷൻ അടിക്കേണ്ട മക്കള്. നമുക്ക് എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുണ്ട് അല്ലെ. അത് മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കി എഴുതാനുള്ളൂ. ഇവിടെ ഫ്ലവറിന്റെ സ്പെല്ലിംഗ് അടക്കം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ദ പ്ലാന്റ് ഹാസ് എ ഫ്ലവർ എന്നാണ് എഴുതേണ്ടത്. ദെൻ സെക്കൻഡ് വൺ നോക്കിക്കേ മക്കളെ, നമുക്ക് ഇവിടെ ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് അല്ല, പക്ഷെ ഈ ഒരു കോളത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആണ്. എന്താണ്? there are 2 butterflies on the flower. ആ ഫ്ലവറിന്റെ മുകളിൽ 2 ബട്ടർഫ്ലൈ ഉണ്ട് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പിക്ചറിൽ. അപ്പൊ ഒന്നാമത്തെ പിക്ചറിൽ നോക്കിക്കേ മക്കളെ, അവിടെ ഒരു ബട്ടർഫ്ലൈ ഉള്ളൂ. അപ്പൊ അതല്ലേ നമ്മൾ ഒന്നാമത്തെ പിക്ചറിൽ എഴുതേണ്ടത്. അപ്പൊ എന്താണ്? there is a എന്ന് വരെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തുകൂടി എഴുതാ? there is a butterfly. there is a butterfly. there is a butterfly. അതിന്റെ ബാക്കി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാട്ടോ, നേരത്തെ ഇവിടെ തന്ന പോലെ തന്നെ. എന്താണ്? on the flower, അല്ലെങ്കിൽ there is a butterfly എന്ന് മാത്രം എഴുതിയാലും മതി കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന രീതിയിൽ എഴുതാം. ദെൻ അടുത്ത നോക്കിക്കേ മക്കളെ, there is a bird. there is a bird എന്നാണ് തന്നിട്ടുള്ളത്. ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് അല്ല. ഇവിടെ നോക്കിക്കേ, there is no bird on the tree. there is no bird on the tree. ആ മരത്തിന്റെ മുകളിൽ ബേർഡ് ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പിക്ചറിൽ എന്താ മക്കളെ? അവിടെ മരത്തിന്റെ മുകളിൽ എന്തുണ്ട്? ബേർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? there is a bird. there is a bird എവിടെയാണ്? on the tree. on the tree. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ഓക്കെ, then നെക്സ്റ്റ് നോക്കിക്കേ, the clouds are big. clouds are എങ്ങനെയാണ് മക്കളെ? ബിഗ് ആണ്. മേഘങ്ങളെല്ലാം ബിഗ് ആണ്, വലുതാണ്. സെക്കൻഡ് പിക്ചറിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് മക്കളെ ക്ലൗഡ്സ് ഉള്ളത്? the clouds are small. SMALL. ഓക്കെ, അപ്പൊ ഈസി ആണല്ലോ. കണ്ട പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എഴുതാനുണ്ട് എന്നൊക്കെ തോന്നിയെങ്കിലും നമുക്ക് എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. മക്കൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, എങ്കിൽ നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. കോൺവെർസേഷൻ ആണ്. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബോയുടെയും അതുപോലെ തന്നെ ബോയുടെ അമ്മയുടെയും ഒരു കോൺവെർസേഷൻ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരും എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ മക്കളെ, കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ സിയ ആൻഡ് ഹെർ ഫ്രണ്ട്. സിയയും അവളുടെ ഫ്രണ്ടും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ ഫ്രണ്ട് നമ്മുടെ സിയയെ കണ്ടിട്ട് ആദ്യം എന്ത് പറയുന്നുണ്ട്? ഹലോ സിയ. വേറെന്തോ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ സിയ പറഞ്ഞു, ഐ ഗേവ് റോബോ ടു ദി ബോയ്. ഐ ഗേവ് റോബോ ടു എ ബോയ്. ഞാൻ റോബോയെ ഒരു ബോയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തായിരിക്കും ആ ഒരു ഫ്രണ്ട് സിയോട് ചോദിച്ചിട്ടുണ്ടായിരിക്ക? റോബോ എവിടെ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്ക അല്ലെ. എങ്ങനെയാണ്? ഹലോ സിയ, വേർ ഈസ് ദി റോബോ? വേർ ഈസ് ദി റോബോ? ക്വസ്റ്റ്യൻ മാർക്ക്.
റോബോ എവിടെ? അപ്പൊ സി എന്ത് പറഞ്ഞു? ഐ ഗേവ് റോബോ ടു എ ബോയ്. ഞാൻ ആ റോബോ എന്ത് ചെയ്തു? ഒരു ബോയ്ക്ക് കൊടുത്തു. അപ്പൊ അടുത്തതായിട്ട് അവൾ എന്താ ചോദിച്ചത് നോക്കിക്കേ. വൈ ഡിഡ് യു ഗിവ് ഇറ്റ് ടു ഹിം? എന്തിനാണ് നീ അത് അവന് കൊടുത്തത് എന്ന് ചോദിച്ചില്ല. അപ്പൊ സി എന്താ പറയേണ്ടത്? മിസ് പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയേണ്ടത്? ഹി കാനോട്ട് വാക്ക്, അല്ലെങ്കിൽ ഹി കാനോട്ട് വാക്ക്. അവന് എന്ത് ചെയ്യാൻ പറ്റില്ല? നടക്കാനായിട്ട് പറ്റില്ല. നോക്കിക്കേ, ദ ബോയ് കാനോട്ട് വാക്ക്, ദ ബോയ് കാനോട്ട് വാക്ക്. അത് മാത്രം മക്കൾ എഴുതിയാലും മതി. ഇനി കുറച്ചുകൂടി കൂടുതൽ എഴുതാൻ പ്രയാസമില്ലാത്ത കൂട്ടുകാർ എന്ത് ചെയ്യാ നോക്കിക്കേ. സോ റോബോ ബിക്കേം എ വീൽ ചെയർ ഫോർ ഹിം. അവന് നടക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് റോബോ അവന് വേണ്ടിയിട്ടൊരു വീൽ ചെയർ ആയിട്ട് മാറി. അത്ര തോനെ എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാർ ഇത് മാത്രം പഠിച്ചു വെക്കുക. അവന് നടക്കാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോ നോക്കിക്കേ, സിയും സിയുടെ അമ്മയും ആണെങ്കിൽ ഈ സെയിം കോൺവെർസേഷൻ നമുക്ക് കൊടുക്കാം അല്ലെ. അമ്മ ചോദിക്കാണ് റോബോ എവിടെ? അപ്പൊ സിയ പറയും ഞാനൊരു ബോയ്ക്ക് കൊടുത്തു. അപ്പൊ അമ്മ ചോദിക്കും നീ എന്തിനാ കൊടുത്തത്? അപ്പൊ അവന് നടക്കാനായിട്ട് കഴിയില്ല, അതുകൊണ്ടാണ് അല്ലെ. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പൊ സിയയുടെ ആ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമുക്ക് കോൺവെർസേഷൻ തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇത് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആഡ് മോർ ലൈൻസ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. നോക്കിക്കേ മക്കളെ, മിസ് ഇവിടെ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ള ആനിമൽസിന്റെയും അവരുടെ സൗണ്ട്സ് മക്കൾ പഠിച്ചു വെക്കണം. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ആഡ് മോർ ലൈൻസ് ആണ്. ഈ ആനിമൽസിന്റെ സൗണ്ട് അറിഞ്ഞാൽ മാത്രമേ മക്കൾക്ക് ഇതിലോട്ട് വരികൾ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ മിസ് ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആഡ് മോർ ലൈൻ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ആ ഒരു പാട്ടിലുള്ള 2 or 3 വരികൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന വരികളാണ്. അതിലാകെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ മാത്രമേ മക്കള് ചേഞ്ച് ചെയ്യേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കിക്കേ, മക്കൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കൂ, ലിസൺ ടു ദി ടീച്ചർ, സിംഗ് ആഫ്റ്റർ ഹർ ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ദി റൈം. ആ റൈമിലേക്ക് ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ഓൺ ദി വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ ഡോഗ് വാട്ട് വിൽ ഇറ്റ് സേ? ബൗ വൗ ബൗ വൗ. എന്താ മക്കളെ? ഓൺ ദി വേ ബാക്ക് ടു ഹോം, വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളൊരു ഡോഗിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ വാട്ട് വിൽ ഇറ്റ് സേ? അതെന്താണ് പറയാ? ഭൗ വൗ ഭൗ വൗ എന്നാണ് പറയാ അല്ലെ. അതായത് ഫസ്റ്റ് നമ്മള് ഡോഗിന്റെ സൗണ്ട് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡോഗ് എന്നുള്ള പേരും ചേർത്തു. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഓൺ ദി വേ ബാക്ക് ടു ഹോം, വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഇഫ് യു മീറ്റ് എ ഫ്രോഗ്, നിങ്ങളൊരു ഫ്രോഗിനെ കണ്ടുമുട്ടിയാൽ വാട്ട് വിൽ ഇറ്റ് സേ? ക്രോക്ക് 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 ക്രോക്ക്. നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഫ്രോഗിനെ കണ്ടാൽ അതെന്ത് പറയും? ക്രോക്ക് ക്രോക്ക് ക്രോക്ക്. ഇവിടെ നോക്കിക്കേ മക്കളെ, നമ്മൾ നേരത്തെ ഡോഗ് എന്നുള്ളത് മാറ്റിയിട്ട് ഫ്രോഗ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോഗിന്റെ സൗണ്ട് മാറ്റിയിട്ട് ഫ്രോഗിന്റെ സൗണ്ട് ആക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ ലൈൻസും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളോട് ഇനി അതിലേക്ക് ഒരു 4 വരി കൂടി എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇപ്പം ഫ്രോഗ് ആണെങ്കിൽ ഫ്രോഗിനെ മാറ്റിയിട്ട് അടുത്ത മൗസ് ആണെങ്കിൽ മൗസ്, അല്ലെങ്കിൽ ബീസ് ആണെങ്കിൽ ബീസ്, അല്ലെങ്കിൽ മക്കൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും ആനിമലിന്റെ പേര് വെക്കുക. ആനിമലിന്റെ പേര് മാത്രം അറിഞ്ഞാൽ പോരാ, അതിന്റെ സൗണ്ട് കൂടി അറിഞ്ഞിരിക്കണം. നോക്കിക്കേ മക്കളെ, on the way back to home if you meet a mouse what will it say? pip 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 pip. മൗസിന്റെ സൗണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. എന്താണ്? പിപ് പിപ് പിപ്. അപ്പൊ ഇവിടെ മൗസ് എന്നുള്ളതും അതിന്റെ സൗണ്ടും മാത്രം മക്കള് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതിയോ? പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ ചെയ്യല്ലോ. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, വീണ്ടും ഒരു കോൺവെർസേഷൻ ആണ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. വാട്ട് ഡസ് ദ മങ്കി സേ? നോക്കിക്കേ, കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. അവിടെ നമ്മുടെ ഹോങ് ഹോങ് ടൂത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾക്ക് അറിയാം അല്ലെ. നമ്മൾ ബസ്സിനെയും കാറിനെയും കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു കശപിശയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ആ സമയത്തുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ ബസ് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അത് നിന്റെ മിസ്റ്റേക്ക് ആണ്, നിന്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റാണെന്ന് ആരോട് പറയാണ്? കാറിനോട് പറയാണ്. അപ്പൊ കാർ എന്താണ് പറയുന്നത്? നോ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അല്ല, ഇത് നിന്റെ മിസ്റ്റേക്ക് ആണ് എന്ന് ആര് പറയുന്നുണ്ട്? കാറ് പറയുന്നുണ്ട്. പിന്നീട് അവർ സംസാരിച്ചിട്ടുള്ള ആ ഒരു ഭാഗമാണ് മക്കളടുത്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞത്. നോക്കിക്കേ, പിന്നെ അവിടെ കൂടിയിരുന്നിട്ടുള്ള മറ്റ് ആനിമൽസ് എന്ത് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ഓഫ് ദി ബസ്, ഇറ്റ് ഈസ് ദി മിസ്റ്റേക്ക് ഓഫ് ദി ബസ് എന്നൊരു കൂട്ടര് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മങ്കി എന്താണ് പറയുന്നത് മക്കളെ? നോ, ഇറ്റ് ഈസ് ദ എന്താണ് പറയുന്നത്? കാർസ് എന്ന് വരെയുണ്ട്. അപ്പൊ അവിടെ എന്തുകൂടി ചേർക്കുക? മിസ്റ്റേക്ക് എന്നുള്ള ഒരു ഒറ്റ വേർഡ് മാത്രം മക്കള് ചേർത്താ മതി. ഒരു കൂട്ടര് ബസിന്റെ മിസ്റ്റേക്ക് ആണ് എന്ന് പറയുമ്പോൾ മങ്കി എന്താണ് പറയുന്നത്? നോ, ഇറ്റ് ഈസ് ദി കാർസ് മിസ്റ്റേക്ക്. അത് കാറിന്റെ മിസ്റ്റേക്ക് ആണ്.
കാറിന്റെ തെറ്റായെന്നാണ് പറയുന്നതില്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു ഒറ്റ വരി മാത്രമേ, ഒറ്റ വേർഡ് മാത്രമേ നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ളൂ മക്കളെ. അപ്പൊ ഇതുവരെയുള്ള കോൺവെർസേഷൻ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, കുറച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, നമ്മുടെ കോൺവെർസേഷനിൽ എഴുതാനായിട്ടുള്ളൂ. അപ്പൊ അത് മക്കള് ഓർത്തിരിക്കാട്ടോ, എന്താ എന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്ക് മിസ്റ്റേക്ക് എന്നുള്ളതിന്റെ ആ വേർഡൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ ആ ഒരു കോൺവെർസേഷനിൽ തന്നിട്ടുണ്ട്. അപ്പൊ സ്പെല്ലിംഗ് തെറ്റാനൊന്നും ഉള്ള സാധ്യതയില്ല മക്കൾ, അവിടെ നോക്കി അങ്ങ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ മക്കളെ, സിയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കോൺവെർസേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാച്ച് ദി പിക്ചേഴ്സ് വിത്ത് ദി സെന്റൻസ്. അവിടെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് ഒരു സൈഡിൽ തന്നിട്ടുണ്ട്, കുറച്ച് സെന്റൻസും തൊട്ട് നേരിട്ട് തന്നിട്ടുണ്ട്. ഓരോ പിക്ചർ നോക്കിയിട്ട് ഏത് സെന്റൻസിനോടാണോ ആ പിക്ചർ മാച്ച് ചെയ്യുന്നത് അതിലേക്ക് ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സെന്റൻസ് വായിക്കാം, അത് ഏത് പിക്ചറിലോട്ടാ മാച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം അല്ലെ. ഫസ്റ്റ് വന്ന് നോക്കിക്കേ, ഐ സേ കോക്കെ ഡൂഡിൽ ഡു. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയുന്നു. ആരാണ് മക്കളെ, ആരാണ്? യെസ്, നമ്മുടെ റൂസ്റ്റർ. സൗണ്ട് പഠിക്കാൻ മിസ് പറഞ്ഞതാണ് അല്ലെ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഐ ക്യാൻ ജാമ്പ്. എനിക്ക് ചാടാനായിട്ട് പറ്റും. ആരാണ് മക്കളെ? യെസ്, നമ്മുടെ ഫ്രോഗ് ആണ്. നെക്സ്റ്റ്, ഐ ആം ബ്ലാക്ക്. ഞാൻ കറുപ്പ് നിറത്തിലുള്ള ആളാണ്. ആരാണ് മക്കളെ? നമ്മുടെ എലഫന്റ് ആണ്. സെക്കൻഡ് അടുത്തത് നോക്കിക്കേ, ഐ ആം എ ഡോഗ്. ഞാനൊരു ഡോഗ് ആണ്. ആരാണ് പറയുന്നത്? നമ്മുടെ ഡോഗ് ആണ് പറയുന്നത്. അടുത്ത നോക്കിക്കേ, ഐ ലൈക്ക് ഫ്ലവേഴ്സ്. എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്. ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നമ്മുടെ ബി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഈസി ആണല്ലോ മക്കളെ. ആ സെന്റൻസ് വായിക്കാൻ പറ്റിയ മക്കൾക്ക് ഒറ്റ മാർക്കും തന്നെ മിസ് ആവാതെ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഈസി ആണല്ലോ. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നേരത്തെ മിസ് പറഞ്ഞത് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഠനത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന, അതായത് മലയാളവും ഇംഗ്ലീഷും മാത്സ് ഒക്കെ ചെയ്യാൻ കുറച്ചൊരു പ്രയാസം നേരിടുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്ക് ആയിട്ട് നമ്മൾ വെക്കേഷനിൽ ഒരു സ്പെഷ്യൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ആ ഒരു കോഴ്സിലേക്ക് മാത്രമായിട്ട് ജോയിൻ ചെയ്യാൻ ഏതെങ്കിലും കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ അടുത്ത ഒരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. റീഡ് ആൻഡ് കംപ്ലീറ്റ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ച് സെന്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആ സെന്റൻസിൽ മിസ്സായി പോയിട്ടുള്ള വേർഡ്സ് മക്കൾ എന്ത് ചെയ്യണം, ഏതാ എന്ന് കണ്ടെത്തിയിട്ട് അവിടെ എഴുതി ചേർക്കണം കേട്ടോ. ഫസ്റ്റ് വന്ന് നോക്കിക്കേ, നമുക്ക് പിക്ചർ അടുത്താണ് അവിടെ തന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് അവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. അതെന്താന്ന് വായിക്കും. അത് വായിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് എ റിംഗ് എന്നാണ് തന്നത്. ദെൻ ബിഗ് ലോങ് ലെഗ്സ്, 3 വീൽസ്, എ സ്മാൾ ബീക്ക്. ബീക്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഈ ബേർഡിന്റെ ഒക്കെ ബീക്ക്, അതിന്റെ ആ ഒരു ചുണ്ടിന്, അതിന്റെ ഒരു കൊക്കിനെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് എലഫന്റിന്റെ പിക്ചർ തന്നിട്ടാണ് പറയുന്നത്. ദ എലഫന്റ് ഹാസ് ഡാഷ് ഇയേഴ്സ് എന്നാണ് പറഞ്ഞത്. ദ എലഫന്റ് ഹാസ് ഡാഷ് ഇയേഴ്സ്. നമ്മുടെ എലഫന്റിന് എങ്ങനെയുള്ള ഇയേഴ്സ് ആണ് മക്കളെ? എങ്ങനെയുള്ള ഇയേഴ്സ് ആണ്? യെസ്, ബിഗ് ആണ് അല്ലെ. അപ്പൊ മക്കള് അവിടേക്ക് ബിഗ് എന്നാണ് എഴുതി ചേർക്കേണ്ടത്. മിസ് ഇപ്പൊ ഇവിടെ മാച്ച് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. മക്കൾ അവിടെ എന്ത് എഴുതണം? ബിഗ് എന്ന് എഴുതണം. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദ ജിറാഫ് ഹാസ് ഡാഷ്. ജിറാഫ് ഹാസ് ഡാഷ്. ജിറാഫിന് എന്തുണ്ട് മക്കളെ? ലോങ് ലെഗ്സ്, നല്ല നീളമുള്ള കാലുകളാണ് ജിറാഫിനുള്ളത്. അടുത്ത നോക്കിക്കേ മക്കളെ, ദ സ്പാരോ ഹാസ് ഡാഷ്. സ്പാരോയ്ക്ക് എന്താണുള്ളത് മക്കളെ? എന്താണ് നോക്കിക്കേ? സ്മോൾ ബീക്ക്, ചെറിയ കൊക്കല്ലേ അതിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദ പാരറ്റ് ഹാസ് ഡാഷ്. പാരറ്റിന് എന്തുണ്ട് മക്കളെ? റിംഗ്, കഴുത്തിൽ എന്തുണ്ട്? ഒരു റിംഗ് ഉണ്ട്. ലാസ്റ്റ് വൺ നോക്കിക്കേ, ദ ഓട്ടോറിക്ഷ ഹാസ് 3 വീൽസ്. ഓട്ടോറിക്ഷയ്ക്ക് 3 വീൽസ് ഉണ്ട്. ഓക്കെ മക്കളെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ മക്കൾ അവിടെ എഴുതി ചേർക്കാണ് വേണ്ടത്. വിട്ട ഭാഗം പൂർത്തീകരിച്ച് എഴുതാനാണ്. അവിടെ എഴുതേണ്ട വേർഡ്സ് എല്ലാം നമുക്ക് അവിടെ ബോക്സിൽ തന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റിയില്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിട്ടുണ്ട്. നോക്കിക്കേ, ലിസൺ ടു ദി ടീച്ചർ ആൻഡ് സിംഗ് ആഫ്റ്റർ ഹർ. നോക്കിക്കേ, കാർ, സ്മോൾ കാർ, ടൂത്ത് ടൂത്ത് കാർ, car, blue car runs on the road, bus, big bus, honk honk bus, bus, green bus runs on the road. നോക്കിക്കേ മക്കളെ, ഇവിടെ എന്താണ്? വെഹിക്കിൾസിനെ കുറിച്ചിട്ടാണ് നമുക്ക് തന്നിട്ടുള്ള റൈമിലെ. വെഹിക്കിൾസ്, അവയുടെ പേരും അതുപോലെ തന്നെ അവ ബിഗ് ആണോ സ്മോൾ ആണോ എന്നൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ ഈ ഒരു റൈമിലോട്ട് ലൈൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, അവിടെ നമുക്ക് തന്നിട്ടുണ്ട് ജീപ്പിനെ കുറിച്ചാണ് മക്കൾ അവിടെ റൈം ചേർക്കേണ്ടത്. നോക്കിക്കേ മക്കളെ, കുറെ ഭാഗം തന്നിട്ടുണ്ട്. അവിടെ ഇട്ടുപോയിട്ടുള്ള ഒരു വേർഡ് മാത്രം മക്കൾ എഴുതിയാൽ മതി. ജീപ്പ്, സ്മോൾ ജീപ്പ്, ടൂത്ത് ടൂത്ത് ജീപ്പ്, ജീപ്പ്,
അവിടെ മക്കൾ എന്ത് എഴുതണം മക്കളെ? നേരത്തെ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ കാർ ബ്ലൂ കാർ, ബസ് ഗ്രീൻ ബസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് കളർ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം മക്കള്? കളർ ജീപ്പിന് ഏത് കളറാണോ കൊടുക്കുന്നത് ആ കളർ വെച്ച് വേണം എഴുതാനായിട്ട്. അപ്പൊ യെല്ലോ ആണെങ്കിൽ മഞ്ഞയാണെങ്കിൽ മക്കൾ എന്ത് എഴുതണം? ജീപ്പ് ജീപ്പ് യെല്ലോ ജീപ്പ് എന്ന് എഴുതണം അല്ലെ? ജീപ്പ് യെല്ലോ ജീപ്പ് റൺസ് ഓൺ ദി റോഡ്. അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ ജീപ്പ് ഗ്രീൻ ജീപ്പ് റൺസ് ഓൺ ദി റോഡ് എന്ന് വേണം മക്കളെ എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലായ മക്കളെ? അപ്പൊ കളേഴ്സ് സ്പെല്ലിംഗ് നിർബന്ധമാണ് മക്കളെ, പഠിച്ചിട്ട് പോയിക്കോ. അതുപോലെ ആനിമൽസ്, അതുപോലെ തന്നെ അവരുടെ സൗണ്ട്സ് പഠിച്ചിട്ട് പോയിക്കോ. ഈ ആഡ് മോർ ലൈൻ ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പാർട്ട് 1 പാർട്ട് 2 വീഡിയോസിലായിട്ട് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് അല്ലെ ഇംഗ്ലീഷുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മിസ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ തന്നെയായിരിക്കും മക്കൾക്ക് അടുത്ത ദിവസത്തെ നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരെയുണ്ടായിരിക്കുക. അപ്പൊ എന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക? നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. പിന്നെ പാർട്ട് 1 വീഡിയോ കാണാത്ത മക്കൾ തീർച്ചയായിട്ടും വേഗം നമ്മുടെ ചാനലിൽ പോയിട്ട് എന്ത് ചെയ്യുക? പാർട്ട് 1 വീഡിയോ കാണാം. ആർക്കെങ്കിലും കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, മിസ് വീഡിയോ ഷെയർ ചെയ്ത് തരാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടല്ലോ. അപ്പൊ കുറച്ച് കൂട്ടുകാരുടെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മക്കളുടെ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.